അമേരിക്കൻ MQ-9 ഡ്രോണുകളുടെ ശവപ്പറമ്പായിരിക്കുകയാണ് ഇറാൻ. ഇന്ന് ഒരു ഡ്രോണ് അടിച്ചിട്ടിട്ടുണ്ട്, MQ-9 റീപ്പർ ഡ്രോണ്. ഇതിന് മുന്നേ കഴിഞ്ഞ വാർ ആക്റ്റീവായിട്ട് നടന്ന സമയത്ത് 24 എണ്ണത്തിനെയാണ് ഇവർ അടിച്ചിട്ടെ. അപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ നഷ്ടപ്പെട്ട, അതായത് MQ-9 ഡ്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തില് ഇറാൻ ആൻഡ് അമേരിക്ക വാർ, അല്ലെങ്കിൽ ആ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത്. അതായത് ബില്യൺ കണക്കിന് ഡോളർ വില വരുന്ന ഒരു സാധനമാണിത്. അമേരിക്കൻ മിലിറ്ററിയുടെ ഇറാന്റെ മൂവ്മെന്റ്സ് അറിയാ, ഇറാന്റെ എന്താ പറയാ ഭൂപ്രദേശങ്ങള് സ്കാൻ ചെയ്യുക, മിലിറ്ററി മൂവ്മെന്റ് അറിയുക, എവിടേക്കാണ് എന്തൊക്കെയാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നത് അറിയുക, ഇങ്ങനെയൊക്കെയുള്ള സർവൈലൻസും കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ് ഈ റീപ്പർ ഡ്രോൺ. മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനും പറ്റും. ഇതിനെ നമുക്കൊരു ചെറിയ ഒരു ജെറ്റ് തന്നെ പറയാം. അതായത് ജെറ്റ് എഞ്ചിന് സിമിലർ ആയിട്ടുള്ള എഞ്ചിനും ടെക്നോളജി ഒക്കെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനത്തെ ഒരു ഡ്രോണിനെയാണ് ഇറാൻ അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതായത് 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ഓൾറെഡി ഉണ്ട്. അത് 60 ദിവസത്തെ ഒരു സമാധാന കരാറിലോട്ട് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ പകരം പോയിക്കൊണ്ടിരിക്കെ ഇന്ത്യയിലുള്ള JD വാൻസും അതിനൊരു ശുഭസൂചകമായിട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ട്രംപും പറഞ്ഞു, ഇറാനും പറഞ്ഞു. അപ്പൊ ഇത് നടപ്പിലാവും, 60 ദിവസത്തേക്ക് ഇത് നടപ്പിലാവും. ഇറാന്റെ പോർട്ടുകൾക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇല്ലാതാവും എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇത് ഇഷ്ടപ്പെടാത്ത ആരോ പുറകിൽ നിന്ന് ചെറുതായിട്ടൊരു കുത്തുകുത്തിയത്, ബാക്ക് സ്റ്റാബിങ്. അതാണ് ഇവരുടെ ബന്ദർ അബ്ബാസ് ദ്വീപുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഏതെങ്കിലും ഒരു മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിന് എന്തെങ്കിലും പറ്റിയെന്നോ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തെങ്കിലും പറ്റിയെന്നോ ഒന്നുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടെ ഒരു ടോക്കൺ അറ്റാക്ക് പോലെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് പല തരത്തിലുള്ള വിശകലനങ്ങൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. അമേരിക്കൻ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് അറിയാണ്ട ചെയ്ത പരിപാടിയാണ്, അല്ലെങ്കിൽ ഇറാൻ ഒന്ന് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ടെന്നൊക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊരു ഒരു പ്രോസസ്സിനെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് നടന്നത്. അപ്പൊ അതിനുള്ള റിട്ടാലിയേഷൻ പോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ MQ-9 ഡ്രോണിനെ അടിച്ചിട്ടിരിക്കുന്നതും. അതേപോലെ തന്നെ ഒരു F-35 വിമാനം പിന്തിരിഞ്ഞ് ഓടി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ MQ-9 അടിച്ചിട്ടു എന്നുള്ള സാധനം സ്ഥിരീകരിച്ചിട്ടുണ്ട്, അത് അടിച്ചു വന്നിട്ടുമുണ്ട്. ഇനിയിപ്പൊ അതിന്റെ റിമൈനിങ്സ് ഒക്കെ എടുത്തോണ്ട് പോയി പാർട്സ് എല്ലാം കൊടുത്തോണ്ട് പോയിട്ട് വേറെ ഡ്രോൺ ആക്കി ഇവരുടെ സ്വന്തം സാധനമായിട്ട് ഇറക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇറാന്റെ ആകാശം കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്, ഭയങ്കര ഫ്രജൈൽ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇത്രയും നഷ്ടം പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ആദ്യം വാർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള എയർ ഡിഫൻസും ഒരു തരത്തിലുള്ള എയർ അസിസ്റ്റൻസും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇല്ല. മൊത്തത്തിൽ ഓപ്പൺ ആണ്. ഇസ്രായേലിനും അമേരിക്കക്കും എപ്പോ വേണമെങ്കിലും കയറി വന്ന് അടിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ യുദ്ധം അവസാനിച്ച് പല മേഡികളും അതേപോലെ തന്നെ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ പല കമ്മിറ്റികൾക്ക് പല റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന രേഖകൾ ലീക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവർക്ക് എത്രത്തോളം നാശനഷ്ടം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയണേ. അതായത് 24 MQ-9 റീപ്പർ ഡ്രോണുകൾ ഓൾറെഡി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഈ എന്താ പറയാ വാർത്തോങ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്, അത് പോയിട്ടുണ്ട്. F-35 F-15 പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഡ്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പുറത്തു വരുന്നില്ല. പക്ഷെ ഇറാൻ ആക്ച്വലി ഇതിനൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്, റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇറാന്റെ മേലെ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു തോത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടിയിരിക്കുന്ന ഇറാൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഫ്രജൈൽ അല്ല, അവരതിനെ നേരിടുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കയ്യിലുള്ള S-400 പോലത്തെ ഒരു സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. S-374 അങ്ങനെ എന്തോ സംതിങ് ആണ് അതിന്റെ പേര്. S-400നെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ വേറെ അപ്ഡേഷൻ നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയണേ. മാത്രമല്ല സാം മിസൈലുകൾ, അതായത് സർഫേസ് ടു എയർ മിസൈലുകളും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ F-15 അടിച്ചിട്ടത് ഈ സർഫേസ് ടു എയർ മിസൈലുകൾ ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ വെച്ചിട്ടാണ് പറയണേ. റെസ്ക്യൂ മിഷന് പോയിട്ടുള്ള മറ്റൊരു ഹെലികോപ്റ്ററിനെ ഇവര് അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഫ്രജൈൽ അല്ല ഇറാന്റെ കാര്യത്തില്, വെറുതെ ഒന്നും അല്ല ഈ സീസ് ഫയറിൽ അറ്റാക്ക് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നേ. തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചടി ഇച്ചിരി ഭയാനകമായിരിക്കും എന്നുള്ളതും അറിയാം.
പിന്നെ മുജിതബ കമ്പനി ഇതിന്റെ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇനി അമേരിക്കൻ താവളങ്ങളുടെ കവചമാകില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇസ്രായേലിനെ മൂടോടെ എടുത്തുകൊണ്ട് പോകുന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് എൻഡില് രണ്ട് ശത്രുക്കളോടാണ് ഇസ്രായേൽ ഇപ്പോ പോരാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അക്കാര്യത്തിൽ അവരെ സമ്മതിക്കാൻ വേണം കേട്ടോ. കാരണം ഒരേ സമയത്ത് ഇറാന്റെ ഭീഷണിയുണ്ട്, ഒരേ സമയത്ത് ലെബനോൺ എന്നുള്ള ഭീഷണിയുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇപ്പോ ഇന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെതന്യാഹുവിന്റെ ഒരു വീഡിയോ. അതായത് ഹിസ്ബുള്ള ഈ പറയുന്ന ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറകോട്ട് പോകൂല, നമ്മൾ തിരിച്ചടി തുടരുന്ന പറയുന്നത്. ഇത് എന്തിന്റെ പശ്ചാത്തലത്തിലാ പറയുന്നതെന്നറിയോ? ഇസ്രായേലിൽ ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുള്ള ആൾക്കാരുടെ ഡെഡ് ബോഡിയും അതേപോലെ തന്നെ കൈ പോയതും അങ്ങനത്തെ ആൾക്കാർ ഇസ്രായേലിലോട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് പറയണേ. അപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വടക്കൻ ഇസ്രായേലിലെ മേയറുടെ വീടിന്റെ ജനവാതിലിനകത്തൂടെ ഡ്രോൺ പറത്താനുള്ള കപ്പാസിറ്റി ഹിസ്ബുള്ളക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ആണ് ഇച്ചിരി അതിശോക്തി നിറഞ്ഞതാണെങ്കിൽ കൂടെ അവരുടെ കാപ്പബിലിറ്റി അങ്ങനെയെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇറാനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഇറാൻ എത്രത്തോളം കാപ്പബിലിറ്റി ഉണ്ടാവോ? അപ്പോ മറ്റേതൊരു മിലീഷ്യ, ഒരു ഗ്രൂപ്പാണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. അവർക്ക് പല രാജ്യങ്ങളുമായിട്ട് എന്താ പറയാ മിലിറ്ററി ബന്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പല തരത്തിലുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സും അവരുടെ കയ്യിലുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസൈലുള്ള രാജ്യമാണ്. അപ്പോ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് MQ-9 ശവപ്പറമ്പായിട്ട് ഇറാൻ മാറുന്നത് എന്നുള്ളതാണ്. ഒരു ഗുണമാണ് ഇവർക്ക് ഇതുകൊണ്ടുള്ള, എടുത്തോണ്ട് പോയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഇവർക്ക് വേണ്ട കണ്ടന്റ് ആക്കി മാറ്റും. ഓൾറെഡി ഇറാന്റെ കയ്യിലുള്ള ഈ ഫത്ത ഡ്രോൺ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കയ്യിലുള്ള കാമിക്കാസ് ഡ്രോണിനെ എടുത്തോണ്ട് പോയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി ഉണ്ടാക്കിയതാ. ഇതിന്റെ ഒരു വ്യത്യാസം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്കയും ഇസ്രായേലും കോടികൾ മുടക്കി വലിയ പ്രൊഡക്ഷനിൽ ഈ സാധനം ചെയ്യുന്ന സമയത്ത്, ഭയങ്കര ഹൈ കോസ്റ്റ്ലി ചെയ്യുന്ന സമയത്ത് ഇവന്മാരിത് കുറഞ്ഞ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്. 2 ലക്ഷം 3 ലക്ഷം 20 ലക്ഷം ആ റേഞ്ചിലാണ് ഇവരിത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനോട് അടിച്ചു നിൽക്കുന്ന സമയത്ത് കോടിക്കണക്കിന് ഡോളർ രൂപയുടെ നഷ്ടം യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇറാന്റെ ബന്ദർ അബ്ബാസ് ദ്വീപുകൾക്ക് നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടാവേ, അതിന് റിട്ടാലിയേഷൻ പോലെ MQ-9 ഡ്രോണിനെ ഇറാൻ അടിച്ചിടുകയും അതേപോലെ തന്നെ വീണ്ടും ഈ ഒരു സമാധാന കരാർ എന്ന് പറയുന്നത് നീണ്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്.